ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കര എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഇതൊരു സ്പോയിലർ ഒപ്പീനിയൻ ആയിരിക്കും, അല്ലെങ്കിൽ സിനിമേൻ്റെ കഥയും സ്ക്രീൻ പ്ലേ ഒക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല. വീഡിയോയ്ക്ക് പകരം നിങ്ങൾ ആ സിനിമ പോയി കാണുക. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് രാജ എന്ന് പറഞ്ഞ മച്ചാനാണ്. പുള്ളിയാണ് പോർത്തൊഴിൽ എന്ന് പറഞ്ഞ കിടിലം പടം എടുത്തു വെച്ചത്. എഴുതിയിരിക്കുന്നത് ആൽഫ്രഡ് പ്രകാശും വിഘ്നേഷ് രാജ, ഇവർ രണ്ടുപേരും. അഭിനയിച്ചിരിക്കുന്നവർ ധനുഷ്, മമിത ബൈജു, സുരാജേട്ടൻ, ജയറാമേട്ടൻ, ശ്രീജ രവി, പിന്നെ ആരാണ്, KS രവികുമാർ, അങ്ങനെ കുറച്ച് പേര് ഉണ്ട് സിനിമയിൽ. പിന്നീട് മ്യൂസിക് ബൈ GV പ്രകാശ് കുമാർ, സിനിമാറ്റോഗ്രാഫി ബൈ തേനി ഈശ്വർ, എഡിറ്റഡ് ബൈ ശ്രീജിത്ത് സാരംഗ്. അങ്ങനെ ഒരു പടോടെ. അപ്പോൾ സിനിമേൻ്റെ പ്ലോട്ടൊന്നുമല്ല, ഒരു എന്താ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ട കർഷകരെയൊക്കെ ഈ വലിയ ലോണ് തരാം, അല്ലെങ്കിൽ അവർക്ക് മറ്റേ ട്രാക്ടർ വാങ്ങിക്കാനോ ചരക്കിറക്കാനോ അങ്ങനെയൊക്കെ ലോൺ കൊടുക്കാനായിട്ട് ഇതായിട്ട് അവരെ മെയിൻലി ആകർഷിച്ച് നിൽക്കുന്ന ബാങ്കുകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പൈസ തരാം, നിങ്ങൾ പിന്നെ അടച്ചാൽ മതി, വലിയ മുതൽ മുടക്കോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ചാർജസോ ഒന്നുമില്ല എന്നൊക്കെ പുറമേ കാണിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കും. പക്ഷെ അവർ ഇല്ലിറ്ററേറ്ററാണ്, അവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻസ് കമ്പനീൻ്റെ ഓണറാണ് ജയറാം. പുള്ളിയാണെങ്കിൽ ഭയങ്കര ബിസിനസ് മൈൻഡഡ്, എങ്ങനെയെങ്കിലും കാശ് പിടിങ്ങി വാങ്ങിക്കുക, കാശുള്ളവൻ കാശില്ലാത്തവനൊന്നുമില്ല, എല്ലാവരുടെയും നിന്നും കാശ് മേടിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലൊക്കെ നടക്കുന്ന ഒരു ബിസിനസ്മാൻ. കുറ്റം പറയാൻ പറ്റില്ല. ബിസിനസ്മാൻ്റെ മോട്ടീവിൽ പൈസ ഉണ്ടാക്കണം, അതാണ് ശരി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമേൻ്റെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പമാണ് ഈ സിനിമയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് അങ്ങനെയാണ്. അവർ കുറേ ഹിഡൻ ചാർജസ് ഉണ്ടാവും, നമ്മൾ അടച്ചില്ലെങ്കിൽ ഫൈൻ വരും, അതിൻ്റെ മുകളിൽ ഫൈനാകും, പലിശ, അതിൻ്റെ കൂട്ടപ്പലിശ, അങ്ങനെ കുറേ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. 3 ലക്ഷം രൂപ കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ്. ധനുഷ് പടത്തിലൊരു കള്ളനാണ്, തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. പുള്ളി മോട്ടിക്കാൻ കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊന്നും അല്ല കേട്ടോ. ഈ മാധവൻ കട്ടത് ചേക്ക് വിട്ട് പുറത്തു പോലെന്നൊക്കെ പറയില്ല, അതുപോലെ ഒന്നുമല്ല. പുള്ളിക്ക് എന്താണ്, ചെറുപ്രായത്തിൽ പുള്ളിക്ക് എന്തോ ബിസിനസ് തുടങ്ങാനോ എന്തിനോ പൈസ വെച്ചിട്ട് വീട്ടുകാർ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പൈസ മുട്ടിച്ചുകൊണ്ട് പുള്ളി അങ്ങോട്ട് അവിടെ നിന്ന് പുള്ളി തുടങ്ങുകയാണ്. മമിത ബൈജു ഭാര്യ. ഈ സിനിമേൻ്റെ ഒരു സെറ്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പക്ക നമ്മൾ സ്ഥിരം എന്താ പറയുക, വെട്രിമാരൻ്റെയാ അല്ലെങ്കിൽ മാരി സെൽവരാജിൻ്റെ ഇങ്ങനത്തെ പടം കാണുന്നത് പോലെ തന്നെ അതേ രീതിയിലുള്ള കളർ ടോൺ, അതേപോലത്തെ ഒരു ഗ്രാമം, അങ്ങനത്തെ കുറേ നാട്ടുകാർ, കുറേ വെകിളികൾ, ഇങ്ങനത്തെ അതേ ടോൺ എക്സാക്ട്ലി ആ ഒരു സ്റ്റീരിയോ ടൈപ്പ്. പ്രത്യേകിച്ചും മറ്റേ മമിതേൻ്റെ ക്യാരക്ടർ നൈസ്, ഞാൻ ഒന്നും പറയുന്നില്ല, നല്ലോണം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ധനുഷായാലും ചെയ്തിട്ടുണ്ട്, എല്ലാവരും. ശ്രീജ രവിൻ്റെ ക്യാരക്ടറായാലും നല്ലോണം ചെയ്തിട്ടുണ്ട്, എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മമിതയ്ക്കൊക്കെ കൊടുക്കുന്ന ഇപ്പം ഈ മലയാളത്തിൽ പോയിട്ടുള്ള സ്ഥിരം നടിമാരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ രജിഷ വിജയൻ, അനുപമ പരമേശ്വരൻ, ഇവരുടെയൊക്കെ അതേ ഒരു പാറ്റേൺ പിടിച്ച് തന്നെയാണ് മമിത ബൈജും പോയിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ഏതോ കാലത്ത് സൂറൈ പോർട്ടലിൽ അപർണ ബാലമുള്ള ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച് സകല മലയാള നടിമാരിനെയും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പിന്നെയും ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് റോളിലോട്ട് കൊണ്ടുപോകുന്നത് എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ചിലപ്പം ഇത് നിങ്ങളുടെ ആവശ്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും വിചാരിക്കാതെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ എനിക്കത് ഒട്ടും വർക്കായില്ല, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ധനുഷിൻ്റെ ക്യാരക്ടർ ഈ ബാങ്കിനെ മുടിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അച്ഛനായിട്ട് ഒരു കൂറ പാസമൊക്കെ ഉണ്ടടയും, തന്ത പാസം, മോൻ പാസം, ഭാര്യ പാസം എന്ന് നമ്മൾ കാണും. ഇതിപ്പം കുറേ പടങ്ങളിലൊക്കെ ഞാൻ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത്, ഈവൻ ഇഡ്ലിക്കട കണ്ടപ്പോൾ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പിന്നെയും റിപ്പീറ്റേറ്റീവ് ആകുമ്പോഴത്തേക്കും മടുക്കൂലടേ. എത്ര കാലം ഇവർ ഇതേ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെ അങ്ങ് പോകും. ആ ഒരു രീതിയിൽ അച്ഛൻ മകൻ പ്രശ്നങ്ങൾ, നമുക്ക് പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പ്രഡിക്റ്റബിൾ. ഒരു പോയിന്റ് വെച്ച് തന്ത ചത്തു, ഈ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. പിന്നീട് പുള്ളിയെ ബാങ്കിനെ പൂട്ടിക്കാൻ നടക്കുന്നു, കുറേ ബ്രാഞ്ച് കൊള്ളയടിക്കുന്നു. അതിൽ ആദ്യത്തെ കൊള്ളയടി
നല്ല സീനായിരുന്നു. നല്ല ഇന്റൻസ് ആയിട്ട് നമ്മൾ എന്താ പറയാ, എഡ്ജ് ഓഫ് ദി സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഗ്രിപ്ഡ് ആയിട്ട് ഈ ഒരു ജിത്തു ജോസഫ് പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിടിക്കും, ഓ പിടിച്ചില്ല, ഈ ഒരു സംഭവം ആദ്യത്തെ ബാങ്ക് കവർച്ചയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടൊക്കെ ആയപ്പോ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. പുള്ളി ഒറ്റയ്ക്ക് പോകുന്നു, ഒറ്റ ഉണ്ടയുള്ള തോക്ക് കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ എനിക്കതാണ് ഈ സിനിമ അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നും. മാത്രമല്ല 2.25 മണിക്കൂർ സിനിമ, എന്ത് കാര്യം എന്നിട്ട് അതിൽ ആദ്യത്തെ 3/4 മണിക്കൂർ എന്തോ പാസം ദോസം എന്നൊക്കെ പറഞ്ഞ് ആ വഴിക്ക് പോയി. പിന്നെ കഥയിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറെ തൊലിഞ്ഞ പരിപാടിയൊക്കെ കാണിച്ച് അവസാനമൊക്കെ ഇത്രയും നേരം എൻ്റെ ആവശ്യം, എൻ്റെ മാത്രം ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നായകൻ അവസാനം ആയപ്പോഴത്തേക്കും നാട്ടുകാർക്ക് മൊത്തം വേണ്ടി നിങ്ങളെല്ലാവരെയും ഇമാതിരി ഇട്ട് കറക്കുന്നു, അതുകൊണ്ട് നാട്ടുകാരെ മൊത്തം നിങ്ങൾക്കെതിരെ തിരിച്ചുകൊണ്ടുള്ള ഏതോ കാലത്തൊക്കെ കഴിഞ്ഞു പോയ പരിപാടി. അത് പിന്നെയും ഇങ്ങനെ ഇട്ട് പിന്നെയും കുപ്പിയിലാക്കി നാട്ടുകാർക്കിട്ട് ഒഴിച്ചു കൊടുത്ത് വല്ല കാര്യമുണ്ടോ? എനിക്ക് അതുകൊണ്ട് ഈ സിനിമ വർക്കായില്ല. സുരാജ് ഏട്ടൻ്റെ പോലീസ് കഥാപാത്രം അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ചിലയിടത്തൊക്കെ ചില കോമിക് രീതിയിലുള്ള പരിപാടിയൊക്കെ വർക്കായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ എനിക്ക് സിനിമ വർക്കായിട്ടില്ല. പാട്ടൊക്കെ എന്തോന്നാ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഈ സിനിമയ്ക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഏതോ ഒരു അസുരല്ല, അതിനു മുമ്പ് ആ സമയത്ത് എന്തോ തുടങ്ങിയ അതേ ഒരു ടോണിൽ പോകുന്ന സിനിമ എനിക്കിനി അത് എന്നുള്ള ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല, മതിയാവും. മറ്റേ ബൈസൺ എന്ന് പറഞ്ഞ ബൈസൺ കാലമാടൻ സിനിമ കുഴപ്പമില്ലാത്ത സിനിമയാണ്. പക്ഷെ അത് കണ്ടു തീർക്കാൻ തന്നെ കുറേ സമയം എടുത്തു എനിക്ക്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് പടങ്ങളൊക്കെ മാറ്റി പിടിക്കുക. വിഘ്നേഷ് രാജ ബ്രോ, നിങ്ങളുടെ പോർത്തൊഴിൽ കിടിലം പടമായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു വികാരവും ഇല്ല, എന്നാൽ മടുപ്പിക്കുകയും ചെയ്യും, അങ്ങനത്തെ രീതിയിലുള്ളൊരു സിനിമ. ദാറ്റ്സ് ഓൾ വിത്ത് കര. എന്തിനടേ കരസ്വാമി, പുള്ളിയുടെ പേര ധനുഷിൻ്റെ. അത്രേ ഉള്ളൂ. ബൈ.